സുപ്രധാന വാർത്ത. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. വിരമിച്ച ജില്ലാ ജഡ്ജിയാണ് അന്വേഷിക്കുക. സ്ട്രോങ് റൂമുകളും രേഖകളും വിശദമായി പരിശോധിക്കാനും നിർദ്ദേശം. അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. അതുല്യ, പറയൂ. കാളിദാസ്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിനു ശേഷം തിരിച്ചെത്തിച്ചപ്പോൾ 2019 അതിൻ്റെ ഭാരം കുറഞ്ഞതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുന്നത്. അതിനെ തുടർന്ന് അതിനോടൊപ്പം ഇതിലെ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് വേണ്ടി പണിയിച്ചിരുന്ന സ്വർണ്ണപ്പാളി കാണാനില്ല എന്ന് കാണിച്ച് അതിൻ്റെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേലുള്ള അന്വേഷണം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗം നടത്തുകയും ഈ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ സ്വർണ്ണപ്പാളിയിലെ അറ്റകുറ്റപ്പണിക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയ ആ ഒരു വിവാദത്തിൽ അല്ലെങ്കിൽ ആ ഒരു കേസ് പരിഗണിക്കുന്ന വേളയിലാണ് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. ആ ബെഞ്ചിന് മുന്നിൽ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ വിജിലൻസ് മേധാവിയും ഹാജരാവുകയും ഇത്തരത്തിൽ പീഠം കണ്ടെത്തിയ കാര്യം അറിയിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതിയുടെ വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണപ്പാളിയുടെ കനം കുറഞ്ഞതിലും അതുപോലെ തന്നെ ഈ പീഠം പരാതി നൽകിയ ആളുടെ തന്നെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതിലും വിശദമായ അന്വേഷണം വേണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അത് വിരമിച്ച ജില്ലാ ജഡ്ജി തന്നെ അന്വേഷിക്കണമെന്നും ഈ നിയമനം ആരന്വേഷിക്കണം എന്നത് കോടതി തന്നെ നിയമിക്കും. അത് അധികം വൈകാതെ തന്നെ കോടതി ഉത്തരവ് പുറത്തുവിടുകയോ ആ ഉത്തരവിൽ പറയുകയും ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിരമിച്ച ജില്ലാ ജഡ്ജി ആയിരിക്കും ഇതിൽ വിശദമായ അന്വേഷണം നടത്തുക. അതോടൊപ്പം തന്നെ നിലവിൽ ഈ സ്ട്രോങ് റൂമുകളിൽ ദേവസ്വത്തിൻ്റെ കീഴിൽ വിവിധ സ്ട്രോങ് റൂമുകളുണ്ട്. ആ സ്ട്രോങ് റൂമുകളിലെല്ലാം ഉള്ള സ്വർണത്തിൻ്റെ കൃത്യമായ കണക്കെടുപ്പ് ഇനിയെങ്കിലും നടക്കേണ്ടതുണ്ട് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ എന്തായാലും ഈ ദേവസ്വത്തിനും കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ കോടതി എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വിവരങ്ങളിൽ വ്യക്തതയില്ല, അല്ലെങ്കിൽ സ്ട്രോങ് റൂമുകൾ, കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ, മറ്റ് മുതലായ കാര്യങ്ങൾ, സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തുവകകളെ കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതിൽ വ്യക്തതയില്ല എന്നാണ് കോടതിയുടെ വിമർശനം. രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല. 1999 മുതലുള്ള വിവരങ്ങൾ എല്ലാം അപൂർണമോ അല്ലെങ്കിൽ അവ്യക്തമോ ആണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് റൂമുകളുടെ കണക്കെടുക്കണം. രേഖകളും സ്ട്രോങ് റൂമുകളും തമ്മിൽ താരതമ്യം ചെയ്ത് പരിശോധിച്ച് കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ, മറ്റ് വസ്തുവകകൾ മുതലായവയുടെ പട്ടികയും കണക്കും തയ്യാറാക്കണം. തിരുവാഭരണ രജിസ്റ്റർ പ്രത്യേകം പരിശോധിക്കണം. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അളവും അത്രയും അളവ് സ്വർണത്തിൻ്റെ മൂല്യം, നിലവിലെ മൂല്യവും എത്രയാണ് എന്നത് കണക്കാക്കി അത് അപ്ഡേറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് അന്വേഷണം തുടരാം. ഈ പറയുന്ന കണക്കെടുപ്പുകളും അതുപോലെ തന്നെ പീഠം കണ്ടെത്തിയതിൽ നിലനിൽക്കുന്ന ദുരൂഹതകളും സംശയങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗത്തിന് അന്വേഷണം തുടരാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാണാതായി എന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി നൽകിയ സ്വർണ്ണപീഠം പിന്നീട് പരാതി നൽകിയതിനു ശേഷം അദ്ദേഹത്തിന്റെ തന്നെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കാര്യം